മെസ്സി കേരളത്തിലേക്ക് വന്നതുകൊണ്ട് എന്ത് ഗുണമാണ് കേരള ഫുട്ബോളിനും അതുപോലെ തന്നെ ഇന്ത്യൻ ഫുട്ബോളിനും കേരളത്തിലുള്ള നമുക്കും ഒക്കെ ഉണ്ടാവാൻ പോകുന്നതെന്നുള്ള സംശയം ഒരുപാട് പേർക്കുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള പല ഫുട്ബോൾ കണക്റ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളിലും ഡെവലപ്മെൻറ്റ് ഉണ്ടാവാതെ ഇത്രയും കോടി മുടക്കിക്കൊണ്ട് മെസ്സിയെ കൊണ്ടുവന്നിട്ട് എന്ത് കാര്യമാണ് എന്ന് ചോദിക്കുന്നവർ കാണേണ്ട ഒരു വീഡിയോ ആണ് എന്നെനിക്ക് തോന്നുന്നൊരു സംഭവമാണ്. എന്നോട് ഒരുപാട് പേര് ചോദിച്ചു എന്തുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തില്ല എന്നുള്ളത്. സോ ചെയ്തേക്കാം. അപ്പോൾ എല്ലാവർക്കും ഒഫീഷ്യലായിട്ട് AT പോഡ്കാസ്റ്റ് ഫുട്ബോൾ ക്ലബിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ആദ്യം തന്നെ എനിക്ക് ഒരു വലിയ താങ്ക്സ് പറയാനുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ഫാമിലി 10K ഫാമിലീസ് ആയിട്ടുണ്ട്. കഴിഞ്ഞൊരു 5 മാസമായിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടൊരു ഫുട്ബോൾ പോഡ്കാസ്റ്റിംഗ് എന്നുള്ള സാധനത്തിനകത്ത് ഫോക്കസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെ അത് ചെയ്തു തുടങ്ങുന്നതിൽ നിന്നും ഇപ്പോൾ ഈ ഒരു 5 മാസം കൊണ്ട് നമുക്ക് 10K ഫാമിലിയിലേക്ക് എത്താൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിനാദ്യം തന്നെ ഒരു താങ്ക്സ് പറയുന്നു. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുക. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ ഒരു കാര്യം ഭയങ്കര ചർച്ചയായിരുന്നു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സി വരും, വരില്ല, വരാതിരിക്കാം, വന്നില്ല, വേറെ സ്ഥലങ്ങളിലൊക്കെ വരും, അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ചാനലുകളിലാണെന്നുണ്ടെങ്കിലും വലിയ ചർച്ചകളൊക്കെ പോയി. എന്തായാലും ഇപ്പോൾ അർജൻറ്റീന ടീം തന്നെ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട് ദേ ആർ കമ്മിങ് ടു കേരള എന്നുള്ളതാണ്. ആൻഡ് അതിനകത്തൊരു എക്സൈറ്റിംഗ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുട്ബോൾ കണ്ടിട്ടുള്ളതിലെ എക്കാലത്തെയും മികച്ച താരം, ദ ഗോട്ട് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഏക ഫുട്ബോളർ, അല്ലെങ്കിൽ മിസ്സിഹ ഓഫ് ദ ഫുട്ബോളർ, അല്ലെങ്കിൽ ദ പേഴ്സൺ ഹു ഹാവ് കംപ്ലീറ്റഡ് ദ ഫുട്ബോൾ എന്ന് പറയുന്ന താരമാണ് കേരളത്തിൽ ട്രിവാൻഡ്രത്ത് ആയിരിക്കുമെന്ന് പറയുന്നു പന്ത് തട്ടാനായിട്ട് പോകുന്നത്. എൻ്റെ മോനെ, ദാറ്റ്സ് ലൈക്ക് എ പ്രിവിലേജ് അല്ലേ? അതൊരു ഒരു ഇറ്റ്സ് ലൈക്ക് എ ഡ്രീം. കുറച്ച് കാലം മുമ്പ് വരേക്കും, അല്ലെങ്കിൽ വേൾഡ് കപ്പ് എടുത്തു കഴിഞ്ഞിട്ടാണെങ്കിലും അർജൻറ്റീനയെ സപ്പോർട്ട് ചെയ്യുന്നവരോ ഫുട്ബോളിനെ ഇഷ്ടമുള്ളവർ ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടുള്ള ഒരു കാര്യമാണോ അത്? എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ. അപ്പോൾ ഇതിനകത്ത് പോസിറ്റീവ് വശങ്ങളെല്ലാം ഈ പറയുന്നത് പോലെ തന്നെ ഫാൻസിനും ബാക്കി കാര്യങ്ങൾക്കും ഒക്കെ അറിയാം. ഇതിൻ്റെ നെഗറ്റീവ് വശത്തിലേക്ക് എല്ലാവരും വരുന്നത് പല നമ്മുടെ കേരള ഫുട്ബോളിൻ്റെയും ഇൻ്റർനാഷണൽ ഇന്ത്യൻ ടീമിൻ്റെയും ISLൻ്റെയും ഒക്കെ താരങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, പല കണ്ടൻറ് ക്രിയേറ്റേഴ്സും പറയുന്നുണ്ടല്ലോ. അതായത് മെസ്സി കേരളത്തിലേക്ക് വന്നതുകൊണ്ട് കേരള ഫുട്ബോളോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ ഇന്ത്യൻ ഫുട്ബോളിനും എന്ത് ഡെവലപ്മെൻ്റ് ആണ് ഉണ്ടാവുന്നത് എന്നുള്ളത്. ഞാൻ എൻ്റെ ഒരു രഞ്ജിത്ത് ബജാജിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ചെയ്തപ്പോഴാണെങ്കിൽ ഞാൻ പറഞ്ഞു, മെസ്സി വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കളക്ട് ചെയ്തിട്ടുള്ള ഒരു എമൗണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും യൂസ് ചെയ്യാം. അങ്ങനെയെങ്കിലും ആ ഒരു സംഭവം എന്തായാലും ഫുട്ബോളിന് വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് ചെയ്തത് എന്നുള്ള സാധനം പറഞ്ഞു. അതിന് പക്ഷേ അതാരും ഷെയർ ചെയ്തില്ല, ആരും കമൻറ്റ് ചെയ്തില്ല, വലിയ രീതിയിൽ റീച്ച് കിട്ടിയില്ല എന്നല്ല, പക്ഷെ എന്നാലും അത് വലിയ രീതിയിൽ ആരും അങ്ങനെ ശ്രദ്ധിക്കാതെ പോയൊരു സാധനമാണ്. പക്ഷേ ഇതിൽ ഞാൻ പറയാൻ വന്ന ദ വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ നെഗറ്റീവ്സ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് തപ്പി കാര്യമായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ ഫുട്ബോളിങ് ഇവൻറ്റ്സ് നടന്നിട്ടുണ്ടല്ലോ, അതിൽ മേജറായിട്ടുള്ള ദ മോസ്റ്റ് എക്സ്പെൻസീവ് അല്ലെങ്കിൽ ദ ബിഗ് ഇവൻറ്റ്സ് റിലേറ്റഡ് ടു ഫുട്ബോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒന്നാമത് നിൽക്കുന്നത് പറയുന്നത് ഏതാണെന്നറിയോ? 2017 നടന്നിട്ടുള്ള Under-17 FIFA വേൾഡ് കപ്പാണ്. അതിന് ഇന്ത്യ നല്ലോണം പൊട്ടിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിൻ്റെ കയ്യിൽ നിന്ന് ഏകദേശം എനിക്ക് കിട്ടിയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള സ്പെൻഡ് അല്ലെങ്കിലും ഏകദേശം 200-300 അടുത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് പല സ്റ്റേഡിയങ്ങൾസും റിനോവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓരോ സ്റ്റേറ്റ്സിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ, റിനോവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് അവരുടെ ടൂർണമെൻറ്റ്സ് നടത്താനൊക്കെ ആയിട്ട് കോടികളാണ് പൊട്ടിച്ചിട്ടുള്ളത്. അങ്ങനെ നടന്നിട്ടുള്ള ഒരു രാജ്യത്ത് നിന്നുകൊണ്ടാണ് 130 കോടി രൂപയ്ക്ക് അല്ലെങ്കിൽ 150 കോടി അല്ലെങ്കിൽ വേണം നമുക്ക് റൗണ്ട് ഓഫ് ചെയ്ത് ഒരു 200 കോടിയുടെ ഒരു മെഗാ ഇവൻറ്റ് വിത്ത് മെസ്സി ആൻഡ് അർജൻറ്റീന, ദ വേൾഡ് കപ്പ് ചാമ്പ്യന്മാരെ അടുത്ത വേൾഡ് കപ്പ് നടക്കുന്നതിന് മുമ്പായിട്ട് കേരളത്തിലേക്ക് കൊണ്ടുവന്നതിന് ഇത്രയും വിമർശനം പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് വേൾഡ് കപ്പ് നടത്തേണ്ടിയിരുന്നില്ല എന്നുള്ളതല്ല. 2017 വേൾഡ് കപ്പ് നടത്തി, ഇന്ത്യയിൽ നടത്തി, അത് നമുക്ക് നല്ലതായിരുന്നു, ഇന്ത്യക്ക് കളിക്കാൻ പറ്റി, അതൊക്കെ പോസിറ്റീവായിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ പറയുന്ന ഫുട്ബോളിനെ ഇഷ്ടമുള്ള ഫുട്ബോളിംഗ് താരങ്ങളുണ്ടല്ലോ, ഇവരാരും അതിനെക്കുറിച്ച് ഒരു പ്രൊട്ടസ്റ്റ് പോലെ ചെയ്തില്ല? ഫിഫയുടെ വേൾഡ് കപ്പ് നടത്തി Under-17 ആണ് നടത്തിയതെങ്കിലും ഈ പറയുന്നത് പോലെ തന്നെ ഇതേ കോടികളുടെ നമ്പർ അല്ലെങ്കിൽ ഇതിനേക്കാളും കൂടുതലായിരുന്നു ആ സമയത്ത് സ്റ്റേഡിയങ്ങൾക്ക് വേണ്ടിയിട്ടും ഇവൻറ്റിന് വേണ്ടിയിട്ടും ഒക്കെ സ്പെൻഡ് ചെയ്തത്. എന്നിട്ടും ഇന്ത്യൻ ഫുട്ബോൾ എവിടെ എത്തി എന്ന് ആരും ചോദിക്കാത്തത് എന്താ?
അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഒരു 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 ഇതിലേക്കും പോകാത്ത, അപ്പോൾ ഇന്ത്യൻ ടീമിൽ കളിക്കാൻ പറ്റാത്തതോ അല്ലെങ്കിൽ മറ്റ് ക്ലബ്ബുകളിലേക്കൊന്നും സെലക്ഷൻ കിട്ടിയില്ലെങ്കിലും ഒന്ന് പേടിച്ചിട്ടാണോ? കേരളത്തിലേക്ക് ആകുമ്പോൾ എല്ലാവരെയും ചൊറിഞ്ഞു കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ലല്ലോ. ഇവിടെ പിന്നെ ഏത് സംഭവം നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും 2 വർഷമുണ്ട് എന്നുള്ളത് പോലെയാണ്. ഞാനതിനൊരു കുറ്റമായിട്ട് പറയുന്നതൊന്നുമല്ല. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വസിക്കുന്ന ഒരു സംഭവം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നമ്മുടെ സൂപ്പർ ലീഗ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് പൃഥ്വിരാജിൻ്റെ ടീമായിട്ടുള്ള ഫോഴ്സ കൊച്ചിയുടെ ലോഞ്ചിൻ്റെ സമയത്ത് രാജുവേട്ടൻ വന്ന് നിന്നിട്ട് ലൈവിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളവും ഇന്ത്യയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോളിന് ഭയങ്കര വലിയൊരു മാർക്കറ്റാണ്. പക്ഷേ ഇപ്പോഴും അത് ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പ്രീമിയർ ലീഗിൻ്റെ ഒഫീഷ്യൽ പേജിൽ മലയാളിക്കൊരു സ്പെഷ്യൽ സ്നേഹം ഇപ്പോൾ കുറച്ച് കാലമായിട്ടുണ്ട്. വെസ്റ്റ് ഹാം യുണൈറ്റഡിലേക്ക്, എനിക്ക് വെസ്റ്റ് ഹാം യുണൈറ്റഡ് ആയിരുന്നോ എനിക്ക് കൃത്യം ഓർമ്മയില്ല, രാഹുൽ പോയി കളിച്ചത്. ആ സമയത്തും ഞാൻ ഇതിനെക്കുറിച്ച് വായിച്ചു കഴിഞ്ഞപ്പോൾ അതിനൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നുമുള്ള വ്യൂവേഴ്സ് ഈ പറയുന്ന ടൂർണമെൻറ്റിലേക്ക് കുറച്ചും കൂടെ വരാൻ വേണ്ടി തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി പല സംഭവങ്ങളും എടുത്ത് നോക്കുക, ഫുട്ബോൾ കണക്റ്റായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത ഒരു 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 സ്പേസ് തന്നെയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അത് പലപ്പോഴും ക്രിക്കറ്റിന് കുറച്ചും കൂടെ പ്രയോറിറ്റി കൊടുക്കുന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് സ്പോർട്സിന് കൊടുക്കുന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ എങ്ങനെയാണ് അർജൻറ്റീന ടീമും മെസ്സിയും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൊരു മാറ്റം ഉണ്ടാവുക? വിസിബിലിറ്റി. ഇത് പലരും പല രീതിയിലും പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പൈസ ഇറക്കിയാൽ അത് കിട്ടും എന്നുള്ള ബോധ്യമുണ്ടെങ്കിലേ പല കമ്പനീസും ചെയ്യുള്ളൂ. ഇപ്പോൾ റിപ്പോർട്ടർ 150 കോടിയോ 200 കോടിയോ സ്പെൻഡ് ചെയ്യുന്നതിന് ഞാൻ റിപ്പോർട്ടർ ചാനലിനെ പൊക്കി പറയാനോ താത്തി പറയാനോ അല്ല. അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ബിസിനസ് പെർസ്പെക്റ്റീവും ഇതിനകത്ത് ഉണ്ടാവും എന്നുള്ളതാണ്. അവർക്കതിന് റിട്ടേൺസ് എടുക്കും അല്ലെങ്കിൽ കിട്ടും എന്നുള്ള 100% ഉറപ്പും, അതിൻ്റെ ഇരട്ടിയായിരിക്കും ചിലപ്പോൾ കിട്ടുന്നുണ്ടാവുക, 100% ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്നത് പോലെ തന്നെ ഇവരെ കൊണ്ടുവരാനായിട്ട് പോകുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആ വിസിബിലിറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, മറ്റ് ക്ലബ്ബുകൾക്കാണെങ്കിലും ലീഗുകൾക്കാണെങ്കിലും ഇവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, ഇവിടേക്ക് വരാം, വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേഡിയം പണിയാം, ISLലേക്ക് ഒരു പ്രീമിയർ ലീഗിൽ നിന്നോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ നിന്നോ സ്പെയിനിൽ നിന്നോ ഒരു ടീം തന്നെ വരട്ടെ, വന്നാലും അവർക്ക് കുഴപ്പമുണ്ടാവില്ല. എവിടെ ഇപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫുട്ബോളിങ് ഇവൻ്റ് ആയിരുന്നു ഈ പറയുന്ന പോലെ 2017 ഏത് വേൾഡ് കപ്പ്. അത് അണ്ടർ 17 ആണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കൊച്ചാക്കി കാണാമെങ്കിലും ഫിഫ നടത്തുന്നതും അത് അതിൻ്റേതായിട്ടുള്ള സ്റ്റാൻഡേർഡ്സിലുമാണ് നടത്തുന്നത്. വരുന്ന സ്റ്റാർ വാല്യൂസിലും പിള്ളേരും ഒക്കെ നമുക്ക് അറിയില്ല എന്നുള്ളത് മാത്രമേ അതിന് നമുക്ക് കുറച്ച് കാണാനായിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇനി ഞാൻ പറയാൻ വന്നൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നിട്ട് 3+2 അല്ല 3+5 8 വർഷം ആയുള്ളൂ, അപ്പോഴേക്കും നമ്മുടെ ISL മര്യാദയ്ക്ക് നമുക്ക് നടത്തിക്കൊണ്ടു പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറി. ആ രാജ്യത്ത് മെസ്സി വന്ന് ഒരു വിസിബിലിറ്റി കിട്ടി, ഓക്കെ ഇവിടെ ചിലപ്പോൾ പൈസ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുമെന്നുണ്ടെങ്കിൽ അതൊരു വലിയ മാറ്റം തന്നെ ആയിരിക്കില്ലേ? ഇതിപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ നോക്കിയപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കും കേട്ടോ. ഇനി നിങ്ങൾക്കും എൻ്റേതല്ലാത്ത പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാം. ഇപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ ശരിയാണ്, ഈ ഗ്രൗണ്ട് ലെവലിലുള്ള ഡെവലപ്മെൻറ്റ് നടത്തിയാൽ തന്നെയാണ് ഫുട്ബോളിലായാലും എവിടെയാണെങ്കിലും, അത് ഏത് സ്പോർട്സിലാണെന്നുണ്ടെങ്കിലും ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. അത് ഈ പറയുന്നത് പോലെ പല പല ഇവൻറ്റുകളും കാര്യങ്ങളും ഒക്കെ നടത്തി തന്നെയാണ് വന്നിട്ടുള്ളത്. ഞാനിനി റൊണാൾഡോ ഫാൻസിന് ഈസി ആയിട്ട് മനസ്സിലാവാനൊരു കാര്യം പറഞ്ഞുതരാം. സൗദി ലീഗ് ആയാലും സൗദി ആയാലും ഒരുപാട് ഫുട്ബോളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ആദ്യം ഇവർ ഈ പറയുന്നത് പോലെ തന്നെ അവരുടെ ലീഗിലേക്ക് ഒരുപാട് സ്റ്റാർ വാല്യൂ ഉള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് ഇപ്പോൾ ഈ അടുത്ത കുറച്ച് കാലങ്ങളായിട്ടാണ് അവരെന്ത് ചെയ്തത്, ഭയങ്കരമായിട്ട് പർച്ചേസ് ചെയ്തു തുടങ്ങിയത്. അതിനൊരു റീസൺ എന്താണ്? ഈ പറയുന്നത് പോലെ തന്നെ ആ പ്ലേയേഴ്സിന് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലീഗും ഈ ലീഗിൻ്റെ മത്സരങ്ങളും കാണാൻ ആളുണ്ടാവും. അതുകൊണ്ടുണ്ടാവുന്നൊരു കാര്യം എന്താണ്, അവർക്ക് അതിനനുസരിച്ച് ബിസിനസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഡെവലപ്മെൻറ്റ് അങ്ങനെ അത് കണക്ട് ചെയ്തുണ്ടാവും എന്നുള്ള ഒരു വലിയ കാര്യം ഇതിൻ്റെ പുറകിലുണ്ടെന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് ഞാൻ പറഞ്ഞത് എത്രത്തോളം മനസ്സിലായി ഇല്ല എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ പെർസ്പെക്റ്റീവ്സ് എല്ലാം എടുത്ത് കളയുക. എന്നിട്ട് മെസ്സി, നിങ്ങൾക്ക് ഫുട്ബോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സ്പോർട്സ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, ഒരിക്കലെങ്കിലും ആ പുള്ളിക്കാരനെ കളി കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഇതെന്തൊക്കെ പറഞ്ഞാലും ഈ പറഞ്ഞിട്ടുള്ള പല പ്ലെയേഴ്സായാലും ശരി, ഇതിനെ കുറ്റം പറഞ്ഞുള്ള പല റിപ്പോർട്ടേഴ്സ്, അനലൈസ് ചെയ്യുന്നവർ, അവരിവരൊക്കെ ആണെങ്കിലും ചാൻസ് ഇട്ട് കഴിഞ്ഞാൽ മെസ്സി ഇടാൻ പോകാതിരിക്കുമോ? ഇനി പലരും പറഞ്ഞു കേട്ടുള്ള വേറൊരു കേസാണ് കേട്ടോ. മെസ്സി ട്രിവാൻഡ്രം സ്റ്റേഡിയത്തിലേക്ക് വരുമ്പോൾ ടിക്കറ്റ്സിനൊക്കെ ഭയങ്കര റേറ്റ് ആയിരിക്കും, സംഭവങ്ങളായിരിക്കും. അപ്പോൾ നമ്മളെപ്പോലുള്ള പാവങ്ങളെങ്ങനെ കാണും? എടാ, ഞാൻ അറിഞ്ഞത് വെച്ച് സ്റ്റേഡിയത്തിൽ മാത്രമല്ല പ്രോഗ്രാം,
പല സ്ഥലങ്ങളിലും, കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും പല തരത്തിലുള്ള പ്രോഗ്രാംസ് മെസ്സിനെയും അർജൻറ്റീന ടീമിനെയും വെച്ചുകൊണ്ട് ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സോ അപ്പോൾ എനിക്ക് തോന്നുന്നു അത് മാക്സിമം മലയാളികൾ കാണണം, അറിയണം, അതിൻ്റെ സപ്പോർട്ട് കിട്ടണം. ഇത് ലോകം മുഴുവൻ അറിയണം. മെസ്സിയെ ഇവിടെ നമ്മൾ കൊണ്ടാടി എന്നുള്ളതിന് വേണ്ടി മാക്സിമം റിപ്പോർട്ടർ TV ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൽ വിയോജിപ്പുണ്ടാവാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് ഐ ആം ലിറ്ററലി വെയിറ്റിംഗ്. ഞാനൊരു മെസ്സി ആരാധകൻ തന്നെയാണ്. അതിപ്പോൾ നാളെ റൊണാൾഡോ വന്നു കഴിഞ്ഞാലും ഞാൻ കളി കാണാനായിട്ട് പോവും. അതിൻ്റെ ഡെവലപ്മെൻറ്റ് മറ്റ് സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെ വളർന്നു വരാൻ പറ്റുള്ളൂ, ലീഗുകൾക്കായാലും നമ്മുടെ സ്റ്റേറ്റിനായാലും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഇതുകൊണ്ടൊരിക്കലും നിർത്താൻ പാടില്ല, ഇവിടെ നിൽക്കാൻ പാടില്ല. ഇനി അങ്ങോട്ടും മുന്നോട്ടും ഈ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവേണ്ടതാണ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ എന്താണ് അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ചെയ്യുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ചിൽ കുപ്പിച്ചിൽ.